ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് അപ്പ്. ഞാൻ എംജെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ പാർട്ട് 5 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഇതിൽ തന്നെ ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ നമുക്ക് പറഞ്ഞേക്കാം, ടോപ്പിക്കിലേക്ക് പോയാലോ. നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ ഗ്രാഫ് വെച്ചിട്ടായിരിക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ വരച്ചു തരാം. ഓക്കെ ആണ്. അപ്പോൾ ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എനിക്കും പഠിക്കുന്ന നിങ്ങൾക്കും എളുപ്പം. എന്തായിരിക്കും, ഗ്രാഫ് വെച്ച് പറയുന്നതായിരിക്കും. അത് കാരണമാണ് ഈ ഗ്രാഫ് വെച്ച് പറഞ്ഞിരുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ഒരു ഗ്രാഫ് പ്ലേസ് ചെയ്യാണ്. നോക്കിയോ നിങ്ങൾ, എനിക്ക് തോന്നിയൊരു ഗ്രാഫ് വരക്കാണ്. സോ ഒരു ഗ്രാഫ് ഞാൻ അവിടെ വരക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗ്രാഫ്. ഓക്കെ ആണ്, ഇതാണ് എൻ്റെ ഗ്രാഫ്. നിങ്ങൾ നോക്കി നോക്കുക. ഞാൻ ഈ ഗ്രാഫില് ഇതാ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഗ്രാഫ് ഉള്ളൂ. ഈ പോയിന്റ് ഞാൻ എ എന്ന് വിളിക്കുകയാണ്, ഈ പോയിന്റ് ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. ഈ ഫംഗ്ഷന്റെ പേര് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു y = f(x) എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഏതോ ഒരു ഫംഗ്ഷനാ. ഈ ഫംഗ്ഷന്റെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസ് മാത്രമായിരിക്കും. എന്ന് പറയുമ്പോൾ എയും ബിയും ഉണ്ടായിരിക്കില്ല, എയിലും ബിയിലും ഗ്രാഫ് ഉണ്ടായിരിക്കില്ല. എന്ന് പറയുമ്പോൾ എക്കും ബിക്കും ഇടയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു ഓപ്പൺ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വട്ടം ഇട്ടിട്ടുള്ളത്, ഒരു ഹോൾ ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? ഇനി ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കുക, അവിടെ എന്തുണ്ടാവും, ഇങ്ങനെ ഒരു കറുപ്പിച്ചിട്ടുണ്ടാവും ഇത് വെച്ചിട്ട്. അപ്പൊ ആ പോയിന്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടും ചില ആൾക്കാർ. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കേസിൽ നമ്മൾ എന്തേ പറയുന്നുള്ളൂ, ഓപ്പൺ ഇന്റർവെല്ലിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഈ എയിലും ബിയിലും ഒന്നുമില്ല, ഗ്രാഫ് ഇല്ല. ഈ ഫംഗ്ഷൻ y = f(x) എന്ന് പറയുന്നത് ഏതോ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് എന്താ അറിയേണ്ടത്, ഈ ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആവുന്നത്, ഈ ഫംഗ്ഷൻ എപ്പോഴാണ് മിനിമം ആവുന്നത് എന്നുള്ള കാര്യങ്ങളല്ലേ നമുക്ക് നോക്കി വെക്കാം. നമുക്ക് ഈ ഫംഗ്ഷൻ എപ്പോഴൊക്കെയാണ് മാക്സിമം ആവുന്നത് എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ചെറിയ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ പോയിന്റാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ആദ്യം നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ ഇൻക്രീസും ഡിക്രീസും കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് =0 ആവുകയോ ഓർ ഫസ്റ്റ് ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആവുകയോ ചെയ്യുന്ന പോർഷൻസിനെയാണെങ്കിൽ ആ ഒരു എക്സ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഗ്രാഫ് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എവിടെയൊക്കെയാണ് ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ടൊരു കാര്യം ഉറപ്പാണ്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എവിടെയൊക്കെയാണോ 0 ആവുന്നത് അവിടെയൊക്കെ എന്തായിരിക്കോടാ, അവിടെയൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമുക്ക് നോക്കി നോക്കാം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് 0 ആവുന്നത് എപ്പോഴാണ്? ഇങ്ങനെ, ഇതാണ് ടാൻജന്റ് എങ്കിൽ ടാൻജന്റ് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇതാണ് ടാൻജന്റ്. ഈ ടാൻജന്റ് ഇങ്ങനെ വരക്കുമ്പോഴാണ് അതിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുന്നത്, m=0 ആവുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ്, നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, എവിടെയൊക്കെ ആയിക്കോട്ടെ നമ്മൾ ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് ഇങ്ങനെ നിൽക്കുക, മീൻസ് അതിന്റെ സ്ലോപ്പ് 0 ആവുക. നിങ്ങൾ എന്നോട് ഒറ്റടിക്ക് പറയും, നിങ്ങൾ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു നോക്കുക. ഈ പോയിന്റിൽ, ഏത് പോയിന്റ് ആണ് ഈ പോയിന്റ്, ആ പോയിന്റ് ഞാൻ ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യാണ്. ഇതല്ലേ ആ പോയിന്റ്, ഇവിടെ ഇവിടെ. ഈ പോയിന്റിന് C1 എന്ന് പറയുന്ന പേര് വിളിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് C1, ഈ പോയിന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്ത് പറയാം, ഈ പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ പോയിന്റിനെ കറക്റ്റ് ഇങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു C2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും എന്ത് 0 ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് C2, ആ പോയിന്റിന്റെ പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ഇനി വേറൊരു പോയിന്റിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയാൽ അതെന്താണ്, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ C1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, C2 മറ്റൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടാൻജന്റ് വരക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഞാൻ ഇവിടെ ടാൻജന്റ് വരക്കുകയാണ്, ടാൻജന്റ് വരച്ചു, ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ടാൻജന്റ് വരക്കാൻ നിന്നാൽ അത് തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? അത് തെറ്റാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ആലോചിക്കേണ്ടത്, ഷാർപ്പ് എഡ്ജ് ആണോ, എഡ്ജ് ഷാർപ്പ് ആണോ, അവിടെ ആരെ വരക്കാൻ പറ്റൂല, ടാൻജന്റിനെ വരക്കാൻ പറ്റൂല. ശരിക്കും നിങ്ങൾ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ് ടാൻജന്റ് എന്ന് പഠിക്കുന്നത് തെറ്റാണ്. ശരിക്കും അതൊന്നുമല്ല കൺസെപ്റ്റ്. നമ്മൾ ശരിക്കും ഇതിന്റെ 2 നെയ്ബറിംഗ് പോയിന്റ് എടുത്തിട്ടൊക്കെ ഉള്ള മെക്കാനിക്സ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഡിലീറ്റഡ് ആണ്, ഞാൻ കൂടുതൽ പോകുന്നൊന്നുമില്ല. ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഷാർപ്പ് എഡ്ജിൽ
ടാൻജന്റ് വരക്കാൻ പറ്റൂല, ഷാർപ്പ് എഡ്ജിൽ ടാൻജന്റ് വരക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് തന്നെയാണ് ഡെറിവേറ്റീവ്. അതുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് 0. ഇനി അതറിയാത്തവരില്ലല്ലേ, ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണെന്ന് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ടു dy ബൈ dx, അതിനെയാണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ്. അതാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 മീൻസ് ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 മീൻസ് ഡെറിവേറ്റീവ് 0 ആണ്. ഇവിടെ ടാൻജന്റ് വരക്കാൻ പറ്റൂല, ഷാർപ്പ് എഡ്ജാ എന്ന് പറയുമ്പോൾ എന്താ അവസ്ഥ? ടാൻജന്റ് വരക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അവിടെ ആരും നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻജന്റ് വരക്കാൻ പറ്റില്ല, ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണ്, ടാൻജന്റ് നോട്ട് ഡിഫൈൻഡ് ആണ്, വരക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇവിടെ മാർക്ക് ചെയ്തിടുകയാണെങ്കിൽ ഈ പോയിന്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എഫ് ഡാഷ് ഓഫ് ആര് C3 എന്നൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ C3 എന്തായിരിക്കൂടാ, നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. എന്താണ്? ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ടെന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ച കുഴപ്പമില്ലല്ലോ. ഇത് നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്തെങ്കിലും വേറെ മാറ്റി എഴുതുന്നുണ്ട്. ഈ ഫംഗ്ഷന്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ക്രിട്ടിക്കൽ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഡെറിവേറ്റീവ് 0 ആയത് മാത്രമല്ല ക്രിട്ടിക്കൽ പോയിന്റ്, ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആയാലും അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന C1 ആയിക്കോട്ടെ, C2 ആയിക്കോട്ടെ, C3 ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇത് രണ്ടിലും ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഇവരുടെ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണ്. മനസ്സിലായല്ലോ? ഷാർപ്പ് എഡ്ജ് ആണോ, ടാൻജന്റ് വരക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്, അവിടെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് എന്താണ് മാക്സിമം എന്താണ് മിനിമം എന്ന് അറിയണമെങ്കിൽ ശരിക്കും ക്രിട്ടിക്കൽ പോയിന്റ് പറയണമായിരുന്നു. ഇനി എന്താ മാക്സിമം എന്താ മിനിമം എന്ന് പറഞ്ഞാലോ, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് മാക്സിമം ആവുക എന്ന് നോക്കിയാലോ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. C is a point of maximum if f of C is the highest value of f in AB. ഒന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം, നമുക്ക് നോക്കി നോക്കാം. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. എപ്പോഴാണ് മാക്സിമം എന്ന് ചോദിച്ചാൽ അതിന്റെ y വാല്യൂ, ഒരു ഫംഗ്ഷന്റെ മാക്സിമം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ y വാല്യൂ മാക്സിമം ആയാൽ മതി. ഒരു ഫംഗ്ഷന്റെ മിനിമം എപ്പോഴാണ്, അതിലെ y വാല്യൂ എടുക്കുമ്പോൾ അത് മിനിമം ആയാൽ മതി. നോക്കിയാൽ നമുക്ക് ഇതിൽ ആരൊക്കെയാണ് മാക്സിമം, ഇതിൽ ആരൊക്കെയാണ് മിനിമം എന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഇത് നിങ്ങൾ നോക്കി, ഈ ഗ്രാഫ് ഇങ്ങനെ പൊന്തി 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 പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉയർച്ചയല്ലടാ, പിന്നെ ഇങ്ങനെ വന്ന് ഒരു താഴ്ചയല്ലേ എന്ന് പറയുമ്പം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മാക്സിമം പോയിന്റ് തന്നെയല്ലേ. ഒരു ഗ്രാഫിൽ ഒരു y വാല്യൂ കൂടി വരുന്നത് ഒരു മാക്സിമം ആണ്, ഇതൊരു മിനിമം ആണ്, ഇതൊരു മാക്സിമം ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾ മനസ്സിലാക്കണത്തുള്ളൂ, y വാല്യൂ മാക്സിമം ആവുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയാ മാക്സിമം പോയിന്റ്. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഇതിൽ ഏതാണ് മാക്സിമം പോയിന്റ്? y വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആവുന്ന y ഈക്വൽ ടു f ഓഫ് x അല്ലേടാ. എവിടെയാണ് ഫംഗ്ഷൻ മാക്സിമം ആവുന്നത്? ഈ പോയിന്റിലല്ലേടാ ഫംഗ്ഷൻ മാക്സിമം എത്തുന്നത്, ഗ്രാഫ് മാക്സിമം എത്തുന്നത്. ആ പോയിന്റ് ഏതാ? C3. ഈ C3 ആണ് നമ്മൾ എന്തെന്ന് പറയാ മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം എന്ന് പറയാ. പോയിന്റ് ഓഫ് മാക്സിമം എന്ന് പറയുന്നത് ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടായിരിക്കില്ലേ? അത് എത്രയാടാ? ഇതാണ് ഇതില് ഈ പോയിന്റ് ആണ് C3. നിങ്ങൾക്കറിയാം y വാല്യൂ അല്ലേടാ ഫംഗ്ഷന്റെ വാല്യൂ, ഇതല്ലേടാ ഇതിന്റെ y വാല്യൂ, ഇതല്ലേ ഇതിന്റെ y വാല്യൂ. ഈ y വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ അല്ലേ എന്ന് പറയുമ്പോൾ ഇത് f ഓഫ് x ഏത് പോയിന്റ് അവിടെ C3, ഇത് f ഓഫ് C3 അല്ലടാ. ഈ പോയിന്റിലെ y വാല്യൂ അല്ലേ, ഈ പോയിന്റിലെ y വാല്യൂ എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ അല്ലേ f ഓഫ് C3 അല്ലേ, ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് C3 അല്ലേ, ഈ ഫംഗ്ഷന്റെ വാല്യൂ അല്ലേടാ മാക്സിമം. അപ്പൊ ഈ വാല്യൂ നമ്മൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് മാക്സിമം വാല്യൂ. പോയിന്റ് ഓഫ് മാക്സിമവും മാക്സിമം വാല്യൂ തിരിയരുത്. പോയിന്റ് എന്ന് പറയുമ്പോൾ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതിൽ എവിടെയാണ് മിനിമം ഉള്ളത്? അപ്പൊ നിങ്ങൾ നോക്കൂ, y വാല്യൂ ഏറ്റവും ചെറുത് എവിടെയാണ്? ഇവിടെയാണെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതിൽ അതിനേക്കാൾ താഴേക്ക് ഗ്രാഫ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുക ഈ പോയിന്റിൽ അല്ലേടാ മിനിമം. നിങ്ങൾ നോക്കിയാൽ y വാല്യൂ ഏറ്റവും മിനിമം ഞാൻ ഒന്നുകൂടി താഴത്തേക്ക് വരച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ചെറുതായിട്ട് ഒന്നും കൂടി ഗ്രാഫ് നന്നായിട്ട് താഴ്ത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുക ഈ പോയിന്റ് ഈ A എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? നിങ്ങൾ നോക്കി നോക്കിയേ, ഈ A എന്ന് പറയുന്ന പോയിന്റിലാണ് നിങ്ങൾ എന്നോട് പറയും മിനിമം ഉള്ളത്. ഞാൻ പറയും അല്ലാന്ന്. കാരണം എന്താടാ, ഈ നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങൾ ഗ്രാഫ് നോക്കി എന്നോട് പറഞ്ഞു A എന്ന് പറയുന്ന പോയിന്റിലാണ് മിനിമം ഉള്ളത്. ഞാനിതാ ഇവിടെ നോക്കി പറഞ്ഞു A എന്ന് പറയുന്ന പോയിന്റ് ഗ്രാഫിൽ ഇല്ലാന്ന്.
ഞാനാണല്ലോ ഗ്രാഫ് വരച്ചത്. ഞാൻ ഗ്രാഫ് വരക്കുമ്പോൾ എന്താ പറഞ്ഞത്? എ കോമ ബി, എയും ബിയും ഇല്ല, എക്കും ബിക്കും ഇടയിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫ് ഇല്ല. നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഗ്രാഫ് അവിടെ ഉണ്ട്, അവിടെയാണ് മിനിമം വാല്യൂ, അവിടെ ഗ്രാഫ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യം ഇത് ഈ എന്റെ തൊട്ടടുത്തുള്ള ഇവിടെ എവിടെയെങ്കിലും ആയിക്കൂടെ, ഈ പോയിന്റിൽ എവിടെയെങ്കിലും ആയിക്കൂടെ മിനിമം. ഒരിക്കലും ഇവിടെ അല്ല. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിനേക്കാൾ താഴെ ഇത്രയും ഇവിടെ ഒരിക്കലും വരില്ല. കാരണം അതിന്റെ താഴേക്കും ഗ്രാഫ് വരുന്നുണ്ട്. ഇതൊരിക്കലും മിനിമം ആവില്ല. കാരണം അതിന്റെ താഴേക്കും വൈ വാല്യൂ വരുന്ന ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഈ പോയിന്റിലല്ല മിനിമം. കാരണം ആ പോയിന്റ് ഗ്രാഫിലില്ല. അപ്പൊ നിങ്ങൾക്ക് എന്നോട് പറയാം ഇതിന്റെ തൊട്ടടുത്ത ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കില്ലേ ഈ വൈ വാല്യൂ ആയിരിക്കില്ലേ ഇവിടുത്തെ മിനിമം വാല്യൂ, ഈ പോയിന്റ് ആയിരിക്കില്ലേ മിനിമം പോയിന്റ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. നോക്കി വെക്കാം, നിങ്ങൾ ഈ ഒരു എ എന്ന് പറയുന്ന വാല്യൂ 1 ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു 1 ആയിട്ട് എടുക്കും. വെറുതെ എടുക്കാൻ കുഴപ്പമില്ല, 1 ആയിട്ട് എടുക്കും. എടാ ഈ 1ന് തൊട്ട് അപ്പുറത്തുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ അത് 2 ആണ് അല്ലല്ലോ. അത് 1.1 ആയിക്കോട്ടെ, 1.2 ആയിക്കോട്ടെ, അതല്ലെങ്കിൽ 1.01 ആയിക്കോട്ടെ, 1.001 ആയിക്കോട്ടെ, 1.00001 ആയിക്കോട്ടെ. അങ്ങനെ എത്ര വാല്യൂ ആണെങ്കിലും നമുക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞൂടെ? അതായത് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു റിയൽ നമ്പറിന് ശേഷം തൊട്ടടുത്ത റിയൽ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ടടുത്ത പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ ഐഡിയക്ക് ശരിയാണ്, ഇവിടെ തന്നെയാണ് ഫംഗ്ഷൻ മിനിമം ആവുക, പക്ഷെ ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറയുമ്പം ഈ ഗ്രാഫിന് ഒരു മിനിമം ഇല്ല. ഈ ഗ്രാഫിൽ എന്തില്ല, മിനിമം ഇല്ല. അതാണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത. മിനിമം ഡസ് നോട്ട് എക്സിസ്റ്റ്. മിനിമം ഇറ്റ് ഹാസ് നോ മിനിമം എന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഹാസ് നോ മിനിമം. ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മിനിമം കാണാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ വിചാരിച്ചത് പ്രകാരം ഗ്രാഫ് നോക്കിയതാണെങ്കിൽ എന്താ, ഈ ഒരു എന്റെ തൊട്ട് മേലെയുള്ള വാല്യൂ ആയിരിക്കണം, അത് എക്സിൽ എന്റെ തൊട്ടടുത്തുള്ള വാല്യൂ ആയിരിക്കണം പോയിന്റ് ഓഫ് മിനിമം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഒരു റിയൽ നമ്പറിന് തൊട്ടടുത്ത റിയൽ നമ്പർ ഏതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നോട്ട് ഡിഫൈൻഡ് ആണ്. അത് ഏതും ആവാം. ചിലപ്പോൾ 2 ആവാം, 1.1 ആവാം, 1.001 ആവാം, 1.001 ആവാം, 1.0001 ആവാം എന്നിങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ മിനിമം ഇല്ലാത്തത്. ഇനി ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ ഇങ്ങനെ വേറൊരു ഗ്രാഫോട് ചെറുതായിട്ട് റഫായിട്ട് വരച്ചാൽ നിങ്ങൾ നോക്കി നോക്കിട്ടാ. ഒരാൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് ഒരാളെടുത്ത ഗ്രാഫ്. ഇയാൾക്ക് നോക്കുമ്പോൾ ഇയാൾക്ക് ഇവിടെ മാക്സിമം ഉണ്ടായിരിക്കും, മിനിമം ഉണ്ടായിരിക്കും. ഇതാണ് അയാളുടെ മാക്സിമം പോയിന്റ്, ഇതാണ് അയാളുടെ പോയിന്റ് ഓഫ് മാക്സിമം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് എന്തെങ്കിലും ഇതാ മാക്സിമം വാല്യൂ. ഇതാണ് അയാളുടെ മിനിമം വാല്യൂ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് അയാളുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇത് പോയിന്റ് ഓഫ് മിനിമം ആയിരിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ മിനിമം വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാഫിൽ കൃത്യമായിട്ടുണ്ട്. ഗ്രാഫിലുള്ള ഒരു പോയിന്റ് ആണ്. ഇത് അങ്ങനെയല്ല, ഗ്രാഫിലില്ല. ഈ എ എന്ന് പറഞ്ഞ പോലെ തൊട്ട് മേലത്തെ പോയിന്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഇത് ഈ എ കോമ ബിക്ക് ഇടയിലുള്ളതാണ്. കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത വാല്യൂസ് മാത്രം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുള്ളൂ. C1 C2 C3 കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഗ്രാഫ് വരച്ചാൽ എന്ത് ചെയ്യും, അതിനൊരു മിനിമം ഉണ്ടായിരിക്കും. എന്നാൽ ഇതുപോലെ വരച്ച് ഇതിന് തൊട്ട് മേലെയുള്ള വാല്യൂസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, അവിടെ ഒരു മിനിമം ഉണ്ടായിരിക്കില്ല. മനസ്സിലായല്ലോ? ഇതാണ് മാക്സിമം മിനിമം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നിങ്ങൾ വെറുതെ ഒന്ന് ഇതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറ, ഈ മാക്സിമം പോയിന്റ് ആയിക്കോട്ടെ മിനിമം പോയിന്റ് ആയിക്കോട്ടെ അവിടെയൊക്കെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തന്നെ. എന്താണ് അവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത? എടാ ഇതല്ലേടാ ഇവിടുത്തെ പോയിന്റ് ഓഫ് മാക്സിമം. ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താടാ, ഇവിടെ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആണടാ. എന്ന് പറയുമ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇനി ഈ ഗ്രാഫ് നോക്കുമ്പോൾ ഞാനിവിടെ ടാൻജന്റ് ഇങ്ങനെ വരച്ചു നോക്കുകയാണെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താ, ഇതേമാതിരി 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഡെറിവേറ്റീവ്, ആ പോയിന്റിൽ ഡെറിവേറ്റീവ് 0 എന്ന് പറയുമ്പോൾ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴെങ്കിലും മാക്സിമമോ മിനിമമോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ തന്നെ ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അതൊരു മാക്സിമം പോയിന്റ് ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ചിലപ്പോൾ അത് മിനിമം പോയിന്റ് ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ, അത് പോയിന്റ് ഓഫ്
മാക്സിമമോ പോയിന്റ് ഓഫ് മിനിമമോ ആയിരിക്കും. ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് തന്നെയാണ് ഒരു പോയിന്റ് ഓഫ് മാക്സിമം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് മിനിമം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളൂ. കൺസിഡർ എ ഫംഗ്ഷൻ y equal to f of x defined in a comma b. കൃത്യമായിട്ട് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സി ഈസ് എനി പോയിന്റ് എന്താണ് a comma b. a comma b യിൽ ഏതോ ഒരു പോയിന്റ് ആണ് സി ആയിട്ട് എടുക്കുകയാണ്. സി ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം ഇഫ് എഫ് ഓഫ് സി. എന്താണ് ഈ സി എന്ന് പറയുന്നത്? ഒരു പോയിന്റ് ഓഫ് മാക്സിമം ആണ്. എപ്പം? ഇഫ് എഫ് ഓഫ് സി ഈസ് ദ ഹൈയസ്റ്റ് വാല്യൂ ഓഫ് എഫ് ഇൻ എ ബി. ആ ഫംഗ്ഷന്റെ വാല്യൂ ആണ്, ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ, ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് വലിയ വാല്യൂ എങ്കിൽ, ആ എ കോമ ബിയിലെ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ ഹൈയസ്റ്റ് വാല്യൂ എങ്കിൽ ആ പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് മാക്സിമം എന്ന് വിളിക്കും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫംഗ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ വൈ വാല്യൂ ഉണ്ടല്ലോ എഫ് ഓഫ് സി, അതിനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. സി ഈസ് എ പോയിന്റ് ഓഫ് മിനിമം, ഒരു പോയിന്റ് ഓഫ് മിനിമം ആണ്. എപ്പം? ഇഫ് എഫ് ഓഫ് സി ഈസ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് എഫ്. ആ ഫംഗ്ഷന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഇവിടെ എ കോമ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ, അങ്ങനെയെങ്കിൽ അതാണ് പോയിന്റ് ഓഫ് മിനിമം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണെന്ത്? മിനിമം വാല്യൂ. C is either a point of maximum or point of minimum, then it is called point of extreme value. എന്ന് പറയുമ്പോൾ ഇതൊരു പോയിന്റ് ഓഫ് എക്സ്ട്രീം വാല്യൂ ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് മാക്സിമം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മിനിമം ആയാൽ അതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് എക്സ്ട്രീം വാല്യൂ. ഒരു മാക്സിമം വാല്യൂ, ഒരു മിനിമം വാല്യൂ, ഒരു എക്സ്ട്രീം വാല്യൂ എന്നാണ് കോമൺ ആയിട്ട് വിളിക്കുക. A function, ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. A function which is either strictly increasing or strictly decreasing is called a monotonic function. ചില വാക്കുകൾ നിങ്ങൾ സ്കൂളിൽ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്താൽ, കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്താൽ, ഇങ്ങനെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ ഇയാൾ മറ്റൊരു പേര് കൂടെ വിളിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് മാത്രമല്ല, ഇയാൾ ജനറലി നമ്മൾ മോണോടോണിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? മോണോടോണിക് ഫംഗ്ഷൻ. ആരെ മോണോടോണിക്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മോണോടോണിക് ഫംഗ്ഷൻസ്. മനസ്സിലായല്ലോ? സോ മോണോടോണിക് ഫംഗ്ഷൻസ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു മോണോടോണിക് ഫംഗ്ഷൻ ഇതന്നെ എടുത്തോ, ഇതൊരു മോണോടോണിക് ഫംഗ്ഷൻ ആണ്. ഞാൻ ഇതിനൊരു ഓപ്പൺ ഇന്റർവെല്ലിൽ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എടാ ഇതിപ്പോ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതൊരു 1 ആണെന്ന് വിചാരിച്ചോ, ഇതൊരു 10 ആണെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങളോട് പറയാണ് ഇതിന്റെ മാക്സിമം പോയിന്റ് എവിടെയാടാ? നിങ്ങൾ പറയും മാക്സിമം 10. ഞാൻ പറയും 10 ഗ്രാഫ് ഇല്ല. അപ്പൊ നിങ്ങൾ 10 തൊട്ട് മുന്നേ 9. ഞാൻ പറയും എന്ത് പറയും? ഞാൻ പറയും അത് 9.99 ആണെങ്കിലോ, 9.999 ആണെങ്കിലോ, 9.9999 ആണെങ്കിലോ എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ഡിഫൈൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഇതിന് മാക്സിമം വാല്യൂ ഇല്ല. ഡൗട്ട് ഇല്ലല്ലോ? ശരിക്കും ഇതാണ് ആവേണ്ടിയിരുന്നത്, ഡൗട്ടൊന്നും ഇല്ല. അവിടെ അതാണ് ആവേണ്ടിയിരുന്നത്, പക്ഷെ ആ പോയിന്റ് നമുക്കറിയില്ല, അതുകൊണ്ട് അവിടെ മാക്സിമം ഇല്ലാന്ന് നമ്മൾ പറയാം. ഇനി നിങ്ങളോട് മിനിമം ചോദിച്ചാലോ? മിനിമം ചോദിച്ചാൽ നിങ്ങൾ 1 ആണ് മിനിമം. ഞാൻ പറയും അവിടെ ഗ്രാഫ് ഇല്ല. അപ്പൊ നമ്മൾ 1 തൊട്ടടുത്തുള്ള വാല്യൂ, 1 തൊട്ടടുത്തുള്ള വാല്യൂ 1.1, 1.01, 1.00, 1.111 ഏതോ ആണ്, എനിക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആ വാല്യൂ മിനിമം നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മോണോടോണിക് ഫംഗ്ഷന് ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല? അതിന് മിനിമം പോയിന്റ് ഉണ്ടായിരിക്കില്ല, മാക്സിമം പോയിന്റ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അതൊക്കെ നല്ല വൃത്തിക്ക് ഓർത്ത് വെച്ചേക്കണം. ഒരു മോണോടോണിക് ഫംഗ്ഷൻ ഇൻ ഓപ്പൺ ഇന്റർവെല്ല് ഡു നോട്ട് ഹാവ് മാക്സിമം ഓർ മിനിമം എന്ന് ഞാൻ ഇതിനെ ക്ലോസ് ആക്കി. നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ ഇവിടെ മറ്റൊരു മോണോടോണിക് അല്ലേ, ഇതിന് ഞാൻ ക്ലോസ് ഇന്റർവെല്ലിൽ എടുക്കുകയാണ്. ഇത് ഞാൻ വെറുതെ ഒരു 1 നേരത്തെ ഇത് 10 ആക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ചു എന്താ ഏതാണ് മാക്സിമം വാല്യൂ? നിങ്ങൾ നോക്കിയിട്ട് ഫംഗ്ഷന്റെ വൈ വാല്യൂ മാക്സിമം ആവുന്നത് ഇവിടെ, അതായത് ഒന്നിലാണ്. ഞാനും ശരി വെക്കും 1-ലാണ്. കാരണം എന്താ? അവിടെ ഗ്രാഫ് ഉണ്ട്, കൃത്യമായിട്ട് അവിടെ ഗ്രാഫ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ വാല്യൂ എന്താണ്? ഡിഫൈൻഡ് ആണ്, അത് 1 ആണ്, കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 1 ആണ് അവിടുത്തെ. ഇതാണ് ഈ 1 എന്ന് പറയുന്നതാണ് അവിടുത്തെ പോയിന്റ് ഓഫ് എന്ത്? മാക്സിമം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വൈ വാല്യൂ ഉണ്ടല്ലോ, അതാണ് മാക്സിമം വാല്യൂ. ഇനി എന്നാൽ ഇതിന്റെ മിനിമം വാല്യൂ ചോദിച്ചാലോ? അപ്പോൾ നിങ്ങൾ പറയും 10 ആണ്. ഞാനും പറയും ഓക്കെ ആണ്, കാരണം അവിടെ ഗ്രാഫ് ഉണ്ട്. അപ്പൊ എന്താ ഈ 10 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് മിനിമം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഉണ്ടല്ലോ, അതാണെന്ത്? മിനിമം വാല്യൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു മോണോടോണിക് ഫംഗ്ഷനെ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കും? ഇറ്റ് ഹാസ് ബോത്ത് മാക്സിമം മിനിമം ഉണ്ടായിരിക്കും. അതെപ്പോഴും അതിന്റെ എൻഡ് പോയിന്റ്സിൽ തന്നെ ആയിരിക്കും, കൃത്യമായിട്ട് അതിന്റെ എൻഡ് പോയിന്റ്സിൽ തന്നെ ആയിരിക്കും. നോക്കി നോക്കാം. ഇനി ക്രിട്ടിക്കൽ പോയിന്റിന്റെ കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ ആണ്. ഇതാ ബാക്കി പോയിന്റ് കൂടി നോക്കി നോക്കാം. The points in the domain x-axisലെ വാല്യൂസിനെ കുറിച്ചാണ്. ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ x-axisന്റെ വാല്യൂസ് ആണ് at which either function derivative equal to 0 derivative does not exist are called critical points.
ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ഡെറിവേറ്റീവ് 0 ആവുകയോ ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആവുകയോ ചെയ്യുന്ന ഈ എക്സ് ആക്സിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ എക്സ് ആക്സിസിലെ വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് പറയാ ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രാഫിൽ ഒരു ഫംഗ്ഷന് മിനിമമോ മാക്സിമം ഉണ്ടോ ഉറപ്പായിട്ടും അത് ഇവിടെ തന്നെ ആയിരിക്കും, ക്രിട്ടിക്കൽ പോയിന്റ്സിലായിരിക്കും. എന്ന് വെച്ച് എല്ലാ ക്രിട്ടിക്കൽ പോയിന്റും എന്താവണമെന്നില്ല പോയിന്റ് ഓഫ് മാക്സിമോ പോയിന്റ് ഓഫ് മിനിമോ ആവണമെന്നില്ല. നമ്മൾ നമ്മുടെ ഗ്രാഫിലെ കണ്ട് എങ്ങനെയാണല്ലോ ഇവിടുന്ന് തുടങ്ങിയ സാധനം ഇവിടുന്ന് ഇങ്ങനെ വന്നതാ, ഇതൊരു പോയിന്റ് ഓഫ് മിനിമം അല്ല, പക്ഷെ അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എപ്പോഴും പോയിന്റ് ഓഫ് മാക്സിമോ മിനിമം ആവണമെന്നില്ല, എന്നാലും എപ്പോഴും എല്ലാവരും മാക്സിമോ മിനിമോ ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും ഉണ്ടായിരിക്കുക. നേരത്തെ മാറി പറഞ്ഞതിന് ക്ഷമിക്കുക, ഇതാണ് കൺസെപ്റ്റ്. മാക്സിമമോ മിനിമമോ ഉണ്ടോ അത് ക്രിട്ടിക്കൽ പോയിന്റിലായിരിക്കും, എന്നാൽ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റും മാക്സിമോ മിനിമോ ആയിരിക്കണം എന്നില്ല. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ആയിട്ട് വരും. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഇഫ് എനി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസ് മാക്സിമമോ മിനിമമോ ഇഫ് എനി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക. മാക്സിമം മിനിമം എന്ന് ഉദ്ദേശിക്കുന്ന പോയിന്റുകൾ എക്സാക്സിലെ പോയിന്റ് അല്ല, കൂടെ വാല്യൂസും മിനിമം വാല്യൂസും കണ്ടുപിടിക്കണം. എന്ന് പറയുമ്പോൾ പോയിന്റ് കണ്ടുപിടിച്ചാലേ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണ്. ഒന്നാമത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചല്ലേ ചർച്ച. ഇതിന്റെ മാക്സിമമോ മിനിമോ അല്ല അറിയേണ്ടത്. സോ ഗിവൺ എന്ന് പറഞ്ഞ് തന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതിക്കണം. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ഡൊമെയിൻ എന്താണ്? റിയൽ നമ്പർ. നമ്മൾ പഠിച്ചതാ, പക്ഷെ എല്ലാ ഡൊമെയിൻ തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആവശ്യമില്ല എന്റെ ഡൊമെയിനൊക്കെ തരും, തരാത്തതിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇതല്ലേടെ നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഒന്ന് വെറുതെ വരച്ചു നോക്കാം, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതാണ് എന്റെ ഗ്രാഫ്. ഇത് എക്സ് ആക്സിസ്, ഇത് ഒറിജിൻ, ഇത് വൈ ആക്സ് ആണ്. നോക്കി നോക്കുക. എടാ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ അല്ലേടാ പോവാ. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ അല്ലേ പോവാ, ഇതുപോലെ അല്ലേ പോവാ. ഇതിന്റെ മിനിമം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, മാക്സിമം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക നോക്കണം. നിങ്ങൾ ഗ്രാഫ് നോക്കി പറഞ്ഞടാ, പോയിന്റ് ഓഫ് മിനിമം ഏതാണ്? മിനിമം പോയിന്റ് ഏതാണ്? ഈ 0-ല്ലേടാ വൈ വാല്യൂ ഏറ്റവും മിനിമം ആവുന്നത്. എന്ന് പറയുമ്പോൾ മിനിമം എങ്ങനെ എഴുതാം നമുക്ക്? മിനിമം വരുന്നത് മിനിമം അറ്റ് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലല്ലേ മിനിമം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം വാല്യൂ എന്ന് പറഞ്ഞു നോക്കിയേ. മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് ഈ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ അല്ലേ, അത് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും 0 ആണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഫംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ആ 0 അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ കൊണ്ടുപോയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ അല്ലേ, മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടുപിടിക്കാൻ നേരെ ഫംഗ്ഷനിൽ കൊണ്ടുപോവുക, ആ കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്തായിരിക്കും വരിക? 0 സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ അല്ലേ ഫംഗ്ഷൻ, സോ 0 സ്ക്വയർ മീൻസ് 0. ഇതാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ മാക്സിമം എന്ന് പറഞ്ഞേ, ഇടതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കല്ലേ. ഇതിന് മാക്സിമം ഉണ്ടോ? ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞതേ കൺസെപ്റ്റ്. ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ഇന്റർവെല്ലല്ലേ എഴുതുക. ഓപ്പൺ ഇന്റർവെല്ലിൽ എഴുതിയിട്ട് നമുക്ക് അവിടെ മാക്സിമം പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക, ഇതിനൊരു മാക്സിമം ഇല്ല. ഇറ്റ് ഹാസ് നോ മാക്സിമം. ഇറ്റ് ഹാസ് നോ മാക്സിമം വാല്യൂ. ഓക്കെ ആണ്. ഇതാ അടുത്തത് ഗിവൺ പറഞ്ഞ ഫംഗ്ഷൻ എടുത്ത് എഴുതി നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അല്ലേടാ ഫംഗ്ഷൻ. ഇതിന്റെ ഡൊമൈൻ എവിടെയായിരിക്കും? ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഡൊമൈൻ എവിടെയായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കില്ലേ. ഗ്രാഫ് ഒന്ന് വെറുതെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടും. മോഡ് എക്സിന്റെ ഗ്രാഫ് അല്ലേ നമ്മൾ എത്രയോ കാലമായിട്ട് പഠിക്കുന്നതാണ്. എങ്ങനെയായിരിക്കും? ഒരു വി ഷേപ്പ് അറ്റ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വി ഉണ്ടായിരിക്കും, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതുപോലെ ഒരു വി ഷേപ്പ് എവിടെയാണ് ആ വി ഉണ്ടായിരിക്കുക? ഷാർപ്പ് എഡ്ജ് 0-ലായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ പറഞ്ഞാടാ ഇതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ മിനിമം വാല്യൂ എവിടെയാണ്? മിനിമം വൈ വാല്യൂ ഇത് 0. ഗ്രാഫ് ഏറ്റവും വൈയിൽ ഏറ്റവും മിനിമം എവിടെ? 0-ലാണ്. സോ മിനിമം വാല്യൂ എവിടെയാണ്? മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0-ലല്ലേ. അങ്ങനെയാണെങ്കിൽ ആ മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ മിനിമം വാല്യൂ എവിടെ? മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. മിനിമം അറ്റ് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ ആ മിനിമം വാല്യൂ എത്ര ആയിരിക്കോടാ? മിനിമം വാല്യൂ കാണാൻ ഫംഗ്ഷനിൽ ആ കിട്ടിയ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. കാരണം വൈ വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ആണ്. നേരെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തതിന് മോഡ് 0 ഈക്വൽ ടു 0 ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് നോ മാക്സിമം. ഇതിന് എന്തില്ല? മാക്സിമം ഇല്ല.
ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം ഇതിന്റെ മിനിമം വാല്യൂ എവിടെയാടാ. എടാ ഇവിടെ നമുക്ക് ടാൻജന്റ് വരക്കാൻ പറ്റില്ലല്ലോ. ടാൻജന്റിന്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണല്ലോ, ഡെറിവേറ്റീവ് നോട്ട് ഡിഫൈൻഡ് ആയ ഒരു പോയിന്റിലല്ലേടാ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ടാൻജന്റ് വരക്കാൻ പറ്റും, ഒറ്റ പോയിന്റിലൂടെ വരക്കാൻ പറ്റും. ഇവിടെ ഷാർപ്പ് എഡ്ജ് അല്ല, അവിടെ ഇങ്ങനെ വരക്കാൻ പറ്റും, സ്മൂത്ത് ആണ്. അപ്പോൾ ഒരു ടാൻജന്റ് വരക്കാൻ പറ്റും. പക്ഷെ ടാൻജന്റ് സ്ലോപ്പ് ഇങ്ങനെയല്ലേ, സീറോ അല്ലേ വരിക. ഇതെന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് സീറോ അല്ലേ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. ഇതൊക്കെ നിങ്ങൾ ഐഡിയ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 2 പോയിന്റ് പഠിക്കാം. മാക്സിമം മിനിമം ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് ആണ് മാക്സിമം മിനിമം ആവണമെന്ന് ഇല്ല, നിർബന്ധമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. വേഗം കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഇവിടെയും മാക്സിമവും മിനിമവും തന്നെ കണ്ടുപിടിക്കേണ്ടത് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇത്തരം ഫംഗ്ഷനൊക്കെ നമുക്ക് ഗ്രാഫ് വരച്ച് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് തന്നെ ഏറ്റവും ലോവസ്റ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്ത് നോക്കാം നമുക്ക്. എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാഫ് എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 0-1. 0 ഗ്രാഫിലെ 1 ഗ്രാഫിലെ ഇടയിലുള്ള ഗ്രാഫ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ അല്ലേടാ. ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം, നമുക്ക് എളുപ്പമാണ്. ഞാൻ ഇവിടെ 0 എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു 2 എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 1 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ മതി? 0 മുതൽ 1 വരെ പോലെ. അപ്പൊ ഞാൻ ഈ 1 ബാക്കി ഒഴിവാക്കിയിട്ട് 1നെ കുറച്ച് നീട്ടിയെടുക്കാം, വലുതാക്കി എടുക്കുകയാണ്. സോ ഈ പോയിന്റ് വേണം 1ന് ഇവിടെ എടുക്കാം, കാരണം 0 മുതൽ 1 വരെ ഗ്രാഫ് ഉള്ളൂ. ഇനി ഇങ്ങനെയല്ലേ സാധാരണ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഇതാ ഇത് 0 എടുത്താൽ 0-ൽ 0, 1-ൽ 1 എന്ന് പറയുന്ന രീതിക്കായിരിക്കും എന്ത് ഈ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, 0-ലെയും 1-ലെയും കാര്യങ്ങൾ നോക്കണ്ട. അവിടെ രണ്ടിടത്ത് ഗ്രാഫ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പൺ ആണ്, ഇത് ഇവിടെയും ഓപ്പൺ ആണ്. അതിനിടയിലുള്ള ആൾക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ ഇതിന് മിനിമവും മാക്സിമം ഉണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലായി ഇതിന് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിക്കൊണ്ടേയിരിക്കുക. മോണോടോണിക് ഫംഗ്ഷനാ. മോണോടോണിക് ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെല്ലിൽ ഉണ്ടായിരിക്കില്ല. അല്ലാതെ കൺസെപ്റ്റ് അറിയാം. 0-ൽ ഗ്രാഫ് ഇല്ല, തൊട്ടും അടുത്തുള്ള വാല്യൂ പറയാൻ പറ്റില്ല. മാക്സിമം 1 പക്ഷെ 1-ൽ ഗ്രാഫ് ഇല്ല, 1 തൊട്ടുപുറത്ത് വാല്യൂ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ദാറ്റ് ഈസ് എന്താണ്, ഒരു മോണോടോണിക് ആണ്. മോണോടോണിക് ഫംഗ്ഷൻ എന്നാണ് ഷോർട്ടൊക്കെ FN എന്ന് എഴുതുന്ന ഫംഗ്ഷൻ ആണ്. Therefore, it has neither maximum nor minimum. It has neither maximum nor minimum. ഇതിന് മാക്സിമമോ മിനിമമോ ഉണ്ടായിരിക്കില്ല. neither maximum nor minimum. അടുത്താണ് f of x equal to e raised to x. സോ ഗിവൺ എന്ന് പറഞ്ഞ കൃത്യമായിട്ട് ആ ഫംഗ്ഷൻ f of x equal to e raised to x അല്ലേടാ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഡൊമൈൻ എവിടെ ആയിക്കോടാ, റിയൽ നമ്പർ ആയിരിക്കും. ഇതിന്റെ ഗ്രാഫ് നമുക്ക് അറിയാവുന്നതാണ്. അറിയാത്തവരുടെ ഒന്ന് പഠിച്ചു വെക്കുക, അല്ലാതെ ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ കുറച്ച് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പഠിക്കും, അതൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്, എളുപ്പമാണ്. നോക്കി നോക്കാം. ഇതാ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് ഇത് അങ്ങനെ ആയിരിക്കും ഇതിന്റെ ഗ്രാഫ് ഉണ്ടായിരിക്കുക. എക്സ് ആക്സിസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് എക്സ് വൈ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. എക്സ് വൈ ഒറിജിൻ ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി, ഇല്ലാത്തവർക്ക് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഗ്രാഫ് ഇവിടുന്ന് മേലെ നിന്ന് ഇങ്ങനെ കയറി പോകുന്ന പോലെ ആയിരിക്കും, കാരണം ഇതിന്റെ ഡൊമൈൻ എല്ലാ റിയൽ നമ്പറും ഉണ്ട്. സോ ഇതിന്റെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി പോകുന്ന ഒരു ഗ്രാഫാണ്. നോക്കിയാൽ തന്നെ അറിയാം ഇതെന്താടാ, ഇതൊരു മോണോടോണിക് ഫംഗ്ഷനാ. ഇതിന്റെ ഈ -∞ തുടങ്ങി +∞ പോകുന്ന ഗ്രാഫാ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ലിലാണ്. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. കൃത്യമായിട്ട് എന്താ ഒരു ക്ലോസ് ഇന്റർവെൽ ഒന്നും പറഞ്ഞിട്ടില്ല. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ല, മീൻസ് എന്താണ് -∞ മുതൽ +∞ വരെ ഓപ്പൺ അല്ലേ. അപ്പൊ ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് അഥവാ മോണോടോണിക് ഫംഗ്ഷൻ ആണ്. Therefore it has neither maximum nor minimum. മനസ്സിലാക്കുക. അടുത്തതാണ് f of x equal to log x അല്ലേ. ഗ്രാഫ് വരച്ചു നോക്കാം. കൃത്യമായിട്ട് ഇതിന്റെ ഡൊമൈൻ റിയൽ നമ്പർ അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്, 0 മുതൽ ∞ വരെ ഉള്ളൂ. ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും. ഗ്രാഫും എളുപ്പമാണ്. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും വരെ നോക്കി നോക്കാം നമുക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, 5ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതാണ് കേട്ടോ. ഇത് y ആണ്. ഗ്രാഫ് ഇതാ 0 മുതൽ ∞ വരെയുള്ള അങ്ങോട്ടേക്കുള്ള വാല്യൂസ്, അതായത് അങ്ങോട്ടേക്കുള്ള വാല്യൂസ് അല്ലേ ഉള്ളൂ. സോ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് അതിൽ കൂടെ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെയാണ് പോകുന്ന ഒരു വെറൈറ്റി ഗ്രാഫാണ്. ഈ കയറി പോകുന്ന പോയിന്റ് 0,1 ആണ്. ഇവിടെ കയറി പോകുന്ന പോയിന്റ് 1,0 ആണ്. നമുക്ക് പഠിക്കാറുണ്ട്. സോ അതാണ് y equal to log x എന്ന് പറയുന്ന ആളുടെ ഗ്രാഫ് അല്ലേ. ഇത് നോക്കിയാൽ അറിയാം ഇത് ഓപ്പൺ ഇന്റർവെൽ
തന്നിട്ടില്ല, 0ക്കും ഇൻഫിനിറ്റിക്കുള്ള ഓപ്പൺ ഇന്റർവെല്ല തന്നിട്ടുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കാൻ എത്തുള്ളൂ, ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അഥവാ മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ്. മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ് ഇയാളെന്ന് പറയുന്നത്. therefore it has neither max nor min, neither maximum nor minimum. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണ്. ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം, അതെങ്കിലും ഐഡിയ കൂടി വരും. ഇങ്ങനെയാണ് ഗ്രാഫ് വെച്ച് പറയാം, ഗ്രാഫ് അല്ലാതെയും പറയാം. നമുക്ക് ഒരു 2 കൂടി ചെയ്ത് നോക്കാം. ഓക്കെ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇപ്പൊ ചെയ്തല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. എക്സ് ബിലോങ്സ് ടു -1, 2 അതും ക്ലോസ്ഡ് ഇന്റർവെല്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഗ്രാഫ് ഒന്ന് വെറുതെ വരച്ചു നോക്കിയാലോ. ഇത് ഇങ്ങനെയല്ലേ, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസ് എടുത്ത് തന്നെ വേണം വരക്കാൻ. -1നും 2ക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു -1 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 1 ഇടുക, ഇവിടെ ഒരു 2 ഇടുക. കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം, -1ന്റെ സ്ക്വയർ ആയിട്ട് വരേണ്ടത് 1 ആണ്, അത് ഇവിടെ ഉണ്ടായിരിക്കും. 2ന്റെ സ്ക്വയർ എന്താ വരേണ്ടത് 4 അല്ലേ. അപ്പൊ 4 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാഫിൽ y വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ, ഇവിടെ 4 ഉണ്ടായിരിക്കും. സോ ഇതായിരിക്കും എന്ത് ചെയ്യാം വരിക. അപ്പൊ നമുക്ക് എങ്ങനെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന വെറുതെ നോക്കി നോക്കാം. -1 എക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -1² അത് 1 ആണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ ആയിട്ട് വരും ഏകദേശം ആ പോയിന്റ്. ഇനി നമ്മളോട് പറഞ്ഞുള്ളത് 0 എടുത്താലോ, 0² അത് 0 ആണ്, അത് ഇവിടെ വരും ആ പോയിന്റ്. 1² 1 എടുത്താൽ 1² ആണ് എന്ന് പറയുമ്പോൾ 1 ആണ് y വാല്യൂ വരും, അത് ഏകദേശം ഇവിടെ വരും. 2 എക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2² 4 ആണ്, ആ 4 എന്ന് പറയുന്നത് 2നും 4ഉം 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ 4 ആണ്, ഏകദേശം ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. നോക്കി ഇങ്ങനെ വരും. അതും ക്ലോസ്ഡ് ആണ്, കാരണം ക്ലോസ്ഡ് ആണ് നമ്മളോട് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെയും ക്ലോസ് ആണ്, 2 സൈഡും ക്ലോസ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് വരിക. നിങ്ങൾ എന്നോട് പറഞ്ഞാണ് മിനിമം എവിടെയാണുള്ളത്, മിനിമം വാല്യൂ മിനിമം അറ്റെവിടെയാണ്, മിനിമം അറ്റെവിടെയാണ് നോക്കുക. ഇതാണ് മിനിമം വാല്യൂ, വൈയുടെ മിനിമം വാല്യൂ ഇവിടെ, അവിടെ ഗ്രാഫ് ഉണ്ട്. അപ്പൊ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ മിനിമം വാല്യൂ എത്രയായിരിക്കും വരിക, മിനിമം വാല്യൂ ഈക്വൽ ടു പറ എത്രയായിരിക്കും, എക്സിന് പകരം 0 കൊടുക്കുക, എഫ് ഓഫ് 0 അല്ലേ വരിക എന്ന് പറയുമ്പോൾ 0² എന്ന് പറയുമ്പോൾ 0, എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായത്, നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്. മാക്സിമം എവിടെയാണ് വരിക, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ പോയിന്റിലാണ് എന്ന് പറയുമ്പോൾ 2ലാണ് മാക്സിമം വരിക, അവിടെ ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും മാക്സിമം അറ്റ് എവിടെയാണ്, at x ഈക്വൽ ടു 2ലാണ് എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ അല്ലേ. y വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ, ഫംഗ്ഷനിൽ നേരെ 2 ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ 2² എന്ന് പറയുമ്പോൾ 2² ഈക്വൽ ടു ആരാണോ 4 ആണ്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത്തരം ചോദ്യങ്ങൾ കാണാറുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണ്, ഇതല്ലേടാ ഫംഗ്ഷൻ. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് എടുത്ത് എഴുതി വെക്കുക. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x - 3 the whole square പ്ലസ് 5 അല്ലേടാ നമ്മുടെ കയ്യിലുള്ളത്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഹിയർ ഈ 2x - 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സ്ക്വയർ എടുത്താൽ ആരെങ്കിലും നെഗറ്റീവ് ആവുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഈ ഫംഗ്ഷന്റെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ എവിടെയായിരിക്കും, ഡൊമൈൻ ഉണ്ടായിരിക്കും, റിയൽ നമ്പറിലല്ലേ. അപ്പൊ ഉറപ്പായിട്ടും എന്തായിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ വെറുതെ റിയൽ നമ്പറിൽ നിന്നിട്ട് ഇതെന്നൊരു ഞാൻ ഒരു 3/2 ഇട്ട് കൊടുക്കുക. റിയൽ നമ്പറിൽ ഒരു വാല്യൂ 3/2 കൊടുക്കുമ്പോൾ 2 × 3/2 ആ ഒരു 2 × 3/2 - 3 the whole square എന്ന് വരില്ലേ. 2 കട്ടാക്കിയാൽ 3 - 3 whole square 0 ആവുന്നുണ്ട്. അതായത് ഒരിക്കലും ഇത് നെഗറ്റീവ് ആവില്ല. ഇങ്ങനെ ഒരു എപ്പോഴും നിങ്ങൾ ആലോചിച്ചു, കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞാൽ സ്ക്വയർ കണ്ടാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 0 ആവാം ചില വാല്യൂസിന്, എന്നാൽ ഒരിക്കലും നെഗറ്റീവ് ആവില്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് ഫംഗ്ഷനെ കുറിച്ചല്ല അറിയേണ്ടത്. ഇപ്പം ഇതിൽ ഒരു 5 കൂടി ആഡ് ചെയ്താലേ നമ്മുടെ ഫംഗ്ഷൻ. ഞാൻ 2 സൈഡിൽ 5 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ന് പറയുമ്പോൾ 2x - 3 the whole square കൂടെ ഒരു 5 ആഡ് ചെയ്താണ് ഫംഗ്ഷൻ. സോ ഞാൻ 2x - 3 the whole square എടുക്കുന്നു, അതിന്റെ കണ്ടീഷൻ പറയുന്നു, അതിന്റെ കൂടെ 5 ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ 0 + 5 വരില്ലടാ. എന്ന് പറയുമ്പോൾ 2x - 3 the whole square എന്ന് പറയുന്നത് ഇതാരാ നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. ദാറ്റ് ഈസ് നമ്മുടെ എഫ് ഓഫ് എക്സ് അല്ലേടാ. എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുത്തൊരു കാര്യം ഒത്തിരി കിട്ടി. ഫംഗ്ഷന്റെ വാല്യൂ 5 or 5 കൂടുതലായിരിക്കും. 5 or 5 കൂടുതലോ എന്ന് പറയുമ്പോൾ 5 or 5 കൂടുതലോ മിനിമം വാല്യൂ എന്താണ്, 5 ആണ്. സോ മിനിമം വാല്യൂ കിട്ടിയിട്ടുണ്ട്. മിനിമം ആ പോയിന്റ് അറിയില്ല നമുക്ക്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വാല്യൂ, അവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വാല്യൂ ആണ്, ഒരിക്കലും പോയിന്റ് ഇല്ല. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് പോയിന്റ്, അത് നമുക്ക് ഇവിടെ അറിയില്ല എത്രയാണെന്നും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് വേണ്ട ആവശ്യമില്ല, വാല്യൂ എന്നാ പറയുന്നത്. സോ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ഈക്വൽ ടു എന്താണ് 5
5 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അത് എത്രയാണ്? 5 ആണ്. ഇറ്റ് ഹാസ് നോ മാക്സിമം. എന്തില്ല? മാക്സിമം ഇല്ല. കാരണം നമ്മളോട് ഒരു പറഞ്ഞിട്ടുണ്ട് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, റിയൽ നമ്പറില്ല 5 5 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി വരെ പോവാം എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല? മാക്സിമം ഇല്ല. 5 മുതൽ 5 അങ്ങോട്ടേക്ക് എന്ന് പറയുമ്പോൾ മിനിമം അവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെയാണ്. ഇതും അതുപോലെ തന്നെ ചെയ്ത് നോക്കിയാലോ. ഗിവൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്ത് നോക്കിയേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 അല്ലേടാ. ഇത് എക്സ് ബിലോങ്സ് ടു ആർ തന്നെയാണ്. നമ്മൾ ചെയ്ത് നോക്കിയാലോ. ഹിയർ ഇവിടുന്ന് ഒരു കാര്യം നേരത്തെ പറഞ്ഞത് ഉറപ്പിച്ച് പറയാൻ പറ്റും. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ 0 0 വലുതായിരിക്കും. അതിലൂടെ മൈനസ് വെറുതെ മൾട്ടിപ്ലൈ നോക്കിയേ. നിങ്ങൾക്കറിയാം എപ്പം ഇനീക്വാലിറ്റിയുടെ കൂടെ മൈനസ് മൾട്ടിപ്ലൈ മൈനസ് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? ഇനീക്വാലിറ്റി തീരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ 2 ആഡ് ചെയ്താലല്ലേ ഫംഗ്ഷൻ. സോ 2 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇവിടെ 2 ആഡ് ചെയ്താൽ അപ്പുറത്തും ഒരു 2 ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്തില്ല? 0 × -1 എന്താണ്? 0 ആണ്. ഇത് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? ദാറ്റ് ഈസ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 2-നേക്കാളും ചെറുതോ എന്ന് പറയുമ്പോൾ 2 ആണ് മാക്സിമം. ബാക്കി മിനിമം അതിനേക്കാളും ചെറുതാണ്. നമ്പർ ലൈൻ ഇട്ടൊക്കെ കറക്റ്റ് കിട്ടും. 2 2-നേക്കാളും ചെറുതോ എന്ന് പറയുമ്പം മാക്സിമം ആണ് തന്നത്. മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു എവിടെയാണ്? അറ്റ് എക്സ് ഈക്വൽ ടു അല്ല, മാക്സിമം വാല്യൂ ആണ് തന്നിട്ടുള്ളത്. മാർക്ക് ചെയ്തത് മാക്സിമം വാല്യൂ. ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ വാല്യൂ ആണ്. സോ മാക്സിമം വാല്യൂ ഈക്വൽ ടു എത്ര? 2 ആണ്. ഇറ്റ് ഹാസ് നോ മിനിമം. ഇതിന് മിനിമം എന്ന് പറയുന്നത് ഇല്ല. ഇറ്റ് ഹാസ് നോ മിനിമം ആണ്. മനസ്സിലായല്ലോ. വേഗം എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഒരു അടിപൊളി ട്രിഗ്നോമെട്രിക് ക്വസ്റ്റ്യൻ ആണ്. നോക്കി നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ 2x + 5 അല്ലേടാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് മാക്സിമവും മിനിമവും നമുക്ക് കിട്ടും. നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഹിയർ ഇവിടെ സൈൻ 2x വാല്യൂ എന്ന് പറയുന്നത് സൈനിന്റെ ഉള്ളിൽ ആരിട്ടോട്ടെ എന്തായിക്കോട്ടെ, സൈൻ എന്ന് പറയുന്ന ആളുണ്ടോ അയാളുടെ മാക്സിമം വാല്യൂ അല്ല മിനിമം വാല്യൂ -1 മാക്സിമം വാല്യൂ 1 ആയിരിക്കും എന്ന് പറയുമ്പോൾ അയാളുടെ വാല്യൂ -1 നും 1 ഇടയിലും മാറി കളിക്കാൻ നിങ്ങൾക്കറിയാലോ. എടാ അയാളുടെ റേഞ്ച് എന്താണ്? ഇങ്ങനെയല്ലേ അയാളുടെ റേഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക. -1, 1 അല്ലേ സൈൻ എക്സിന്റെ റേഞ്ച്. അതിന് നമ്മൾ ഇങ്ങനെ എഴുതുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സൈനിന്റെ മിനിമം വാല്യൂ -1 മാക്സിമം വാല്യൂ 1 ആയിരിക്കും. അയാളുടെ ഈക്വൽ ടു ഇട്ടിട്ടുള്ളത് നമുക്ക് എന്തിനെ കുറിച്ചാണ്? ഇതിന്റെ കൂടെ 5 ആഡ് ചെയ്തതിനെ കുറിച്ചല്ലേ. സോ -1 + 5 എല്ലായിടത്തും ഒരു സ്ഥലത്ത് മാത്രം 5 ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആഡ് ചെയ്താൽ എല്ലാ ഭാഗത്തും ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ. സോ സൈൻ 2x കൂടെ ഞങ്ങൾ 5 ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന്റെ അടുത്തുള്ള ആൾക്കാരുടെ കൂടെയും 5 ആഡ് ചെയ്യണം. ഇത് എത്ര ആയിക്കോട്ടെ വരിക? -1 + 5 4 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതല്ലേ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മാക്സിമം വാല്യൂ 6 ഇതെന്തോ 4-നെക്കാളും വലുതും 6-നെക്കാളും ചെറുതും. സോ മാക്സിമം വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ. മാക്സിമം വാല്യൂ ഈക്വൽ ടു എന്താണ്? 6 മിനിമം വാല്യൂ ഈക്വൽ ടു എന്താണ്? 4 അത് അവരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമല്ലടാ. സോ ഇതാണ് മാക്സിമം മിനിമം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം മറ്റു അടിപൊളി ടോപ്പിക്കിലേക്ക് കടക്കും. ഓക്കെ ആണ്. ഞാൻ വീഡിയോ എൻ്റെ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.